ഹലോ ഗായ്സ്, ഹെയർ കെയറുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് വന്നത് കേട്ടോ. ഈ താഴെ കൊടുത്തിരിക്കുന്നത് എൻ്റെ തന്നെ നല്ല കട്ടിയും ഞെരുക്കം ഉണ്ടായിരുന്ന സമയത്തുള്ള ഹെയർ ആണേ. ഇത് ഞാൻ കാണിക്കാൻ കാര്യം എന്താണെന്നറിയോ? പഠിത്തം, ജോലി, വീട്ടുകാര്യങ്ങൾ ഒക്കെ ആയപ്പോൾ എൻ്റെ ഹെയർ കൊഴിയാൻ തുടങ്ങി. പിന്നെ ഞാൻ നോക്കി നിൽക്കുമോ, പിന്നെ മുടിയുടെ തുമ്പ് കുറച്ച് കുറച്ചായിട്ട് വെട്ടാൻ തുടങ്ങി. തുമ്പ് വെട്ടിയിട്ട് എന്തോ ശരിയാവാത്തതുകൊണ്ട് പിന്നെ ഞാൻ ലെയറൊക്കെ പോയി അങ്ങ് കട്ട് ചെയ്തിട്ടു. എന്നിട്ട് എന്തെങ്കിലും ബലം ഉണ്ടായോ? ഇല്ല. പനങ്കുല പോലെ കിടന്ന എൻ്റെ മുടി അറഞ്ചം മുറഞ്ചം വെട്ടിതാ ഇതുപോലെ ആക്കിയങ്ങ് ഇട്ടു. കട്ടൊക്കെ ചെയ്തപ്പോൾ കുറച്ച് കട്ടിയായിട്ട് തോന്നി സന്തോഷിച്ചെങ്കിലും മുടി കൊഴിച്ചിലിന് ഒരു ബലം ഉണ്ടായില്ല. മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എണ്ണ തേപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ പഴയതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നേ. നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ തലയിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ആഴ്ചയിൽ 3 ദിവസേ തല കഴുകൂ എന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. പണ്ടേ അങ്ങനെ തല കഴുകാറുള്ളൂ. തല കഴുകുന്ന ദിവസങ്ങളിൽ നല്ല പോലെ ഞാൻ എണ്ണ തേച്ച് മസാജ് ചെയ്യാറുണ്ട്. ഒരുപാട് കെമിക്കൽ അടങ്ങിയ ഷാമ്പുകൾ ഞാൻ അങ്ങ് നിർത്തി. അപ്പോൾ അത്യാവശ്യം ഒന്നുണ്ടെങ്കിൽ ആയുർവേദ ഷാമ്പുവാണ് ഞാൻ തേക്കുന്നത്. അത് ഏതാന്നുള്ളത് ഞാൻ പിന്നെ പറയാവേ. ഈ സിൽക്ക് ഹെയറിന് വേണ്ടിയിട്ടും നല്ല സ്മൂത്തനിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ കടയിൽ നിന്ന് വാങ്ങുന്ന വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഷാമ്പുകളൊക്കെ എന്തോരം ദോഷമാണെന്നുള്ളത് അത് നിർത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ നല്ല പോലെ എല്ലാ ഹെയറിൻ്റെ എല്ലാ ഭാഗത്തും തലയോട്ടിയിലും പറ്റുന്ന രീതിയിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ നിൽക്കുക. പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എണ്ണമയുള്ള മുടി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആയുർവേദ കടയിൽ നിന്ന് കിട്ടുന്നത് ആയുർവേദപരമായിട്ടുള്ള ഷാമ്പൂസ് മാത്രം ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാടത്താളിയോ നമ്മുടെ ചെമ്പരത്തിയിലയുടെ താളിയോ ചെമ്പരത്തിയും കൂടെ ഇട്ട് അരയ്ക്കുന്ന താളിയോ തേച്ചാലും നല്ലതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഓരോ മന്തിലെയും ഹെയറിൻ്റെ ഗ്രോത്ത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. പയ്യെ എൻ്റെ ഹെയറിൻ്റെ കൊഴിച്ചിൽ കുറഞ്ഞു, മുടി നീളം വെക്കാൻ തുടങ്ങി, പഴയതുപോലെ ആകാൻ തുടങ്ങി, ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങി. പക്ഷെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം. ശരിയാണ്, മുടി ഉള്ളവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മുടി വെട്ടിയ സമയത്ത് എനിക്ക് കോൺഫിഡൻസ് തോന്നിയിരുന്നു. കാര്യം മുടി വെട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് കട്ടിയായിട്ടൊക്കെ തോന്നും. പക്ഷെ മുടി നീളം ഉള്ളതാണ് നല്ലതെന്നാണ് എനിക്ക് പിന്നെ തോന്നിയത്. നീളം വെക്കാനും താരൻ പോകാനും ഒക്കെ ഒരുപാട് ടിപ്സ് ഇനി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. കൂടുതൽ ടിപ്സുകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകല്ലേ. പലപ്പോഴും വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് കൂടി ഇടാൻ മറന്നുമില്ല കേട്ടോ. ഇനിയും വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. ഇനിയും ഞാൻ വരാം. ബൈ.